ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ വല്ലാണ്ട് അതിനെക്കുറിച്ച് കൺസേൺഡ് ആകുന്ന ഒരു കാലത്ത് കുടുംബത്തിന്റെ തലവൻ, കുടുംബത്തിന്റെ ശിരസ് എന്ന പ്രയോഗമൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ ദൈവം കുടുംബങ്ങളെ മെനഞ്ഞപ്പോൾ അതിന്റെ തലവനായി അപ്പനെ തന്നെയാണ് കർത്താവ് വെച്ചിരുന്നത്. അമ്മമാർ ഓർക്കരുത് അതെന്നാ പരിപാടിയായി പോയി അച്ഛൻ. അങ്ങനെയല്ല. സ്ത്രീയേക്കാൾ പുരുഷൻ മെച്ചമാണെന്ന്, ബെറ്റർ ആണെന്ന് അർത്ഥം വരുന്നില്ല. കാരണം മനുഷ്യരിൽ ഏറ്റവും വലിയവർ പരിശുദ്ധി അമ്മയാണ്. ഏറ്റവും വലിയ ഹ്യൂമൻ പേഴ്സൺ ഒരു സ്ത്രീയാണ്. ഒത്തിരി അബ്യൂസ് ഒക്കെ നടക്കുന്നു. പിതൃത്വത്തിൽ തന്നെ മുറിവേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. പിതാക്കന്മാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പിന് ഈ പദവി കൊണ്ട് ഇത് കേവലം ഒരു അലങ്കാരമായി ഇങ്ങനെ വെക്കുന്നതിൽ എന്തർത്ഥം എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഹെഡ് ഓഫ് ദ ഫാമിലി, കുടുംബങ്ങളുടെ ശിരസായി അപ്പനെ ഏറ്റുപറയാൻ ഈ കാലം മടിക്കുന്നതെന്ന് തോന്നാറുണ്ട്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ കുടുംബാംഗങ്ങൾ യൗസേപ്പിനെ അനുകരിച്ചു തുടങ്ങുമ്പോൾ റവല്യൂഷൻ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ വിപ്ലവം കുടുംബങ്ങളിൽ നടക്കും. നമ്മുടെ അപ്പനെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബത്തിന്റെ നാഥനായി ഏറ്റുപറയുമ്പോൾ, അങ്ങനെ കർത്താവിലേക്ക് നമ്മുടെ കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ മാലാഖമാർ കുടുംബങ്ങളെ വഹിച്ചു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 15ാമത്തെ ദിവസം. 33 ദിവസം നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്ത് യാത്ര ചെയ്യുകയാണ്. യൗസേപ്പ് പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഈ യാത്രയുടെ 15ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുറെയൊക്കെ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നതാണ്. വളരെ ലളിതമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ കുറെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സെയിന്റ് ജോസഫ്, ദ ഹെഡ് ഓഫ് ഹോളി ഫാമിലി, തിരുക്കുടുംബത്തിന്റെ ശിരസ്സും തലവനുമായ യൗസേപ്പ് പിതാവിനെ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിന്റെ ശിരസ്സും തലവനുമാണ്. സെയിന്റ് പീറ്റർ ജൂലിയൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോയും മാതാവും, ബാലനായ നസ്രത്തിൽ വളർന്ന ഈശോയും അമ്മ മറിയവും തങ്ങളുടെ ഇഷ്ടങ്ങളെ യൗസേപ്പിനോട് ചേർത്തു വെച്ചു എന്ന് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ കുടുംബത്തിന്റെ തലവൻ എന്ന നിലയിൽ തങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ സറണ്ടേർഡ് their hearts as the head of family, holy family. തങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ യൗസേപ്പിന് വിധേയപ്പെടുത്തി നിർത്തിയെന്ന്. അതായത് തിരുക്കുടുംബത്തിന്റെ തലവനായി യൗസേപ്പിനെ ഈശോയും മറിയവും ഏറ്റു പറഞ്ഞിരുന്നുവെന്നാണ് സെയിന്റ് പീറ്റർ ജൂലിയൻ പറഞ്ഞു തരുന്നത്. ഇന്ന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ വല്ലാണ്ട് അതിനെക്കുറിച്ച് കൺസേൺഡ് ആകുന്ന ഒരു കാലത്ത് ഈ ഹെഡ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിന്റെ തലവൻ, കുടുംബത്തിന്റെ ശിരസ് എന്ന പ്രയോഗമൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം കുടുംബങ്ങളെ മെനഞ്ഞപ്പോൾ അതിന്റെ ശിരസായി, കുടുംബത്തിന്റെ തലവനായി അപ്പനെ തന്നെയാണ് കർത്താവ് വെച്ചിരുന്നത്. അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇത് കേൾക്കുന്ന ഒത്തിരി അമ്മമാരുണ്ടെന്ന് എനിക്കറിയാം. അമ്മമാർ ഓർക്കരുത് അതെന്നാ പരിപാടിയായി പോയി അച്ഛൻ. അങ്ങനെയല്ല. കുടുംബത്തിന്റെ ശിരസ്സും തലവനുമായി അപ്പനെ കർത്താവ് വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് സ്ത്രീയേക്കാൾ പുരുഷൻ മെച്ചമാണെന്ന്, ബെറ്റർ ആണെന്ന് അർത്ഥം വരുന്നില്ല. അങ്ങനെ ഇൻഫർ ചെയ്യണ്ട. കാരണം മനുഷ്യരിൽ ഏറ്റവും വലിയവൾ പരിശുദ്ധി അമ്മയാണ്. ഏറ്റവും വലിയ ഹ്യൂമൻ പേഴ്സൺ ഒരു സ്ത്രീയാണ്. അത് പരിശുദ്ധ കന്യകാ മറിയമാണ്. ഈശോ ഡിവൈനാണ്, ദൈവീക മനുഷ്യനായതുകൊണ്ട് ഈശോയെ നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും വലുത് പരിശുദ്ധ അമ്മയാണ്. അവളൊരു സ്ത്രീയാണ്. ദൈവപുത്രനും മനുഷ്യരിൽ ഏറ്റവും എലവേറ്റഡ് ആയവൾ. അതുകൊണ്ടല്ലേ നമ്മൾ പണ്ട് പഠിച്ചതാണ്. നമ്മൾ യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള കഴിഞ്ഞ വർഷത്തെ പ്രബോധനത്തിന്റെ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞതാണ്, മറിയത്തിന് കൊടുക്കുന്നത് ഹൈപ്പർ ധൂളിയ ആണെന്ന്. ഉപരിയായ വണക്കം. മറ്റ് വിശുദ്ധരെ പോലെ അല്ല, ഹൈപ്പർ ധൂളിയ ആണ് മറിയത്തിന് നൽകുന്നത്. യൗസേപ്പിന് നൽകുന്നത് പ്രോട്ടോ ധൂളിയ, വണക്കത്തിൽ ഒന്നാമൻ, വിശുദ്ധരിൽ ഒന്നാമൻ. അതായിരുന്നു അന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ്. കേട്ടവർക്ക് ഓർമ്മയുണ്ടാകും. വിശുദ്ധർക്ക് വണക്കം. അപ്പോ ഈ ഹൈപ്പർ ധൂളിയ, ഉപരിയായ വണക്കത്തിന് പാത്രമായ മറിയവും ദൈവപുത്രനായ ഈശോയും
തങ്ങളുടെ കുടുംബത്തിന്റെ തലവനായി പറഞ്ഞത് ആരെയാണ്? യൗസേപ്പിനെ. അതുകൊണ്ടാണ് മറിയത്തിന്റെ സംസാരത്തിൽ പോലും അത് വരുന്നത്. ദേവാലയത്തിൽ ബാലനായ ഈശോയെ കാണാതെ പോയി 3-ാം പക്കം കണ്ടെത്തി കഴിഞ്ഞപ്പോ മറിയം അവളുടെ ആവലാതി ഈശോയോട് പങ്കുവെക്കുമ്പോൾ ആദ്യം പറഞ്ഞത് യൗസേപ്പിനെ കുറിച്ചാണ്. ഞാനും നിന്റെ അപ്പനും എത്ര നേരമായിട്ട് നിന്നെ തപ്പുന്നു എന്നല്ല, മറിച്ച് നിന്റെ പിതാവും ഞാനും എത്ര നേരമായിട്ട് നിന്നെ അന്വേഷിക്കുന്നു. 1-ാം സ്ഥാനത്ത് ആരെ വെച്ചു? മറിയം യൗസേപ്പിനെ വെച്ചു. യൗസേപ്പ് സംസാരിക്കുന്നില്ല, പക്ഷെ സംസാരിച്ച മറിയം യൗസേപ്പിനെ 1-ാം സ്ഥാനത്ത് വെച്ചു. ഹി ഈസ് ദ ഹെഡ് ഓഫ് ഹോളി ഫാമിലി. അത് തിരുക്കുടുംബത്തിന്റെ തലവൻ യൗസേപ്പാണ്. എനിക്കറിയാം, ഇന്ന് നമ്മൾ ഈ ഹെഡ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിന്റെ ശിരസ്, തലവൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അധികം വരാത്തത് അത് അപ്പനെ അങ്ങനെ ഏറ്റുപറയാത്ത, ഒരു പക്ഷേ ഒത്തിരി അബ്യൂസ് ഒക്കെ നടക്കുന്നു, പിതൃത്വത്തിൽ തന്നെ മുറിവേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു, പിതാക്കന്മാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പദവി കൊണ്ട് ഇത് കേവലം ഒരു അലങ്കാരമായി ഇങ്ങനെ വെക്കുന്നതിൽ എന്തർത്ഥം എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഹെഡ് ഓഫ് ദ ഫാമിലി, കുടുംബങ്ങളുടെ ശിരസായി അപ്പനെ ഏറ്റുപറയാൻ ഈ കാലം മടിക്കുന്നതെന്ന് തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴും ഓർക്കേണ്ടത്, അങ്ങനെ ഹെഡ് ഓഫ് ദ ഫാമിലി ആയി ആ നിയോഗത്തിന്, അത് പദവിയേക്കാൾ ദൈവം ഏൽപ്പിക്കുന്ന നിയോഗത്തെ ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണത്? ഇമിറ്റേറ്റ് സെയിന്റ് ജോസഫ്. യൗസേപ്പ് പിതാവിനെ അനുകരിക്കുക. യൗസേപ്പ് പിതാവിനെ അനുകരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ വാക്കോർത്ത് വെക്ക്, റവല്യൂഷൻ ഓഫ് ഹോളിനെസ് വിൽ ഹാപ്പൻ ഇൻ അവർ ഫാമിലീസ്. വിശുദ്ധിയുടെ വിപ്ലവം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കും. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ കുടുംബാംഗങ്ങൾ യൗസേപ്പിനെ അനുകരിച്ചു തുടങ്ങുമ്പോൾ റവല്യൂഷൻ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ വിപ്ലവം കുടുംബങ്ങളിൽ നടക്കും. പൗലോസ്ലീഹ കുടുംബങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് അപ്പനെ മാനിക്കേണ്ടതിനെ കുറിച്ച്, ഭർത്താവിനെ മാനിക്കേണ്ടതിനെ കുറിച്ചൊക്കെ, കുടുംബങ്ങളിൽ പുലർത്തേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. സമയം പോലെ ഇന്ന് ഒരു ഹോംവർക്ക് എന്ന പോലെ അത് വായിക്കാൻ ശ്രമിക്കണം. എഫേസോസുകാർക്കുള്ള ലേഖനത്തിന്റെ 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഒപ്പം ഇന്ന് പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ. അതാണ്, മേക്ക് സെയിന്റ് ജോസഫ് ഹെഡ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിന്റെ ശിരസായി ആരെ ഏറ്റുപറഞ്ഞു തുടങ്ങുക ഇനി മുതൽ? യൗസേപ്പിനെ. തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളുടെ കർത്താവും നാഥനുമായവൻ ഈശോ മിശിഹായാണ്. ഈശോ മിശിഹ അവന്റെ ഭൂമിയിലെ കുടുംബത്തിന്റെ നാഥനായി ഏറ്റുപറഞ്ഞ യൗസേപ്പിനെ നമ്മുടെ കുടുംബങ്ങളുടെ ശിരസായി നമ്മൾ ഏറ്റുപറഞ്ഞ് ശീലിക്കുമ്പോൾ കർത്താവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും. കർത്താവും ദൈവവുമായി ഏറ്റുപറയാൻ യൗസേപ്പ് തന്നെ നമ്മളെ ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്, ഈ പ്രതിഷ്ഠയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരോട് ഇന്ന് പറഞ്ഞു തരുന്ന ഒരു കാര്യം, സാധ്യമെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യണം. ഏറ്റവും കുറഞ്ഞ പക്ഷം 33-ാം ദിവസം പ്രതിഷ്ഠ പൂർത്തിയാക്കുമ്പോൾ ഇതുണ്ടാകണം. എന്നറിയാമോ? കുടുംബങ്ങളിൽ യൗസേപ്പ് പിതാവിന്റെ ഒരു ചിത്രമോ ഒരു ഐക്കണോ ഒരു രൂപമോ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കണം. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ പൊതുവായിട്ട് മിക്ക കുടുംബങ്ങളിലും തിരുഹൃദയത്തിന്റെ ഒരു ചിത്രം പ്രധാന വണക്കത്തിന് അതായിരിക്കും വെക്കുന്നത്, ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്. തിരുക്കുടുംബത്തിന്റെ അല്ലെങ്കിൽ തിരുഹൃദയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് വെക്കാറുള്ളത്. ഇപ്പോൾ ഈശോയുടെ കരുണയുടെ ചിത്രം വെക്കാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങൾ വെക്കാറുണ്ട്. വളരെ കുറച്ച് കുടുംബങ്ങളിലാണ് തിരുക്കുടുംബത്തിൻ്റെതായിട്ടല്ലാതെ യൗസേപ്പ് പിതാവിന്റെ തന്നെ ഒരു എക്സ്ക്ലൂസീവ്, ഉണ്ണി മിശിഹായെ കൈകളിൽ എടുത്ത് പിടിച്ചു നിൽക്കുന്ന യൗസേപ്പിന്റെയോ അല്ലെങ്കിൽ യൗസേപ്പ് താതൻ തന്നെ നിൽക്കുന്നതായിട്ടോ ഒക്കെ ചിത്രമോ രൂപമോ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് വാങ്ങിച്ചു വെക്കണം. അത് നമുക്കൊരു ബന്ധം ഉണ്ടാകും. നമ്മൾ ഈ ചിത്രം, ഈ ഫ്രെയിംഡ് ഫോട്ടോ, ഈ മണ്ണിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ ഉണ്ടാക്കിയ ഈ രൂപം, അതല്ല നമ്മുടെ ശ്രദ്ധ. നമ്മൾ സിൻസ് വി ലിവ് ഇൻ ദിസ് ബോഡി, ശരീരത്തിലായിരിക്കുന്നത് കൊണ്ട്, കണ്ണുള്ളത് കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. യൗസേപ്പിനോടുള്ള നമ്മുടെ വണക്കത്തെ നമ്മൾ തന്നെ തിരിച്ചറിയാനും. അപ്പോ അവിടെ നമ്മുടെ പ്രയർ ടേബിളിലോ അല്ലെങ്കിൽ പ്രയർ റൂമിലോ യൗസേപ്പ് പിതാവിന്റെ രൂപം വെക്കുകയും കുടുംബങ്ങൾ യൗസേപ്പ് പിതാവിന്റെ സഹായം തേടുകയും നമ്മുടെ കുട്ടികളെ പ്രത്യേകമായി യൗസേപ്പിനോട് കണക്ട് ചെയ്ത് വളർത്താനും ഒക്കെ ഒരു ശ്രമമുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറ്റുമോ നോക്ക്, ഒരു രൂപമോ ഒരു ചിത്രമോ കിട്ടാനുണ്ടോ, ഒരു ഐക്കണോ കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെക്കാനൊക്കെ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ സീരീസിൽ നമ്മുടെ 10 ടോക്കില് ഒന്ന് അവസാനത്തേക്ക് എത്തുമ്പോൾ, എനിക്ക് എപ്പിസോഡ് നമ്പർ ഓർമ്മയില്ല, അവസാനത്തേക്ക് എത്തുമ്പോൾ ഈ ലൊറേറ്റോയിലെ തിരുക്കുടുംബത്തിന്റെ വീടിനെ കുറിച്ച് ഒരു ഡീറ്റെയിലിംഗ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ വർഷം ആ സമയത്ത് ഖത്തറിലായിരുന്നു ധ്യാനം.
അപ്പൊ അവിടെ ഞാൻ താമസിച്ച വീട്ടിലിരുന്ന് ഷൂട്ട് ചെയ്ത ഒരു എപ്പിസോഡിനാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട്. മാലാഖമാർ എടുത്തുകൊണ്ട് പോയ, അതായത് അവിടുന്ന് മാലാഖമാർ അപകടം ഏത് കൂടാതെ ചിറകുകളിൽ സമ്മതിച്ച് എടുത്തുകൊണ്ടുവച്ച ലൊറേറ്റോയിൽ കൊണ്ടുവച്ചിരിക്കുന്ന തിരുക്കുടുംബത്തിന്റെ അവർ താമസിച്ച വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് അതിൽ കിടപ്പുണ്ട്. അത് കേട്ടു നോക്കണം. അപ്പൊ നമ്മുടെ കുടുംബങ്ങളെയും യൗസേപ്പിനെ താതനായി ഏറ്റുപറയുമ്പോ, യൗസേപ്പിനെ പോലെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അപ്പന്മാരാദ്യം യൗസേപ്പിനെ ഇമിറ്റേറ്റ് ചെയ്ത് യൗസേപ്പിന്റെ സുഹൃതങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോ, നമ്മുടെ അപ്പനെ നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി ഏറ്റുപറയുമ്പോ, അങ്ങനെ കർത്താവിലേക്ക് നമ്മുടെ കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ മാലാഖമാർ നമ്മുടെ കുടുംബങ്ങളെ വഹിച്ചു തുടങ്ങും, എടുത്തു തുടങ്ങും. ആ അനുഭവം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ. ലുത്തീനിയ പാടി പ്രാർത്ഥിക്കാൻ ഓർക്കുക. ഒരുമിച്ച് പ്രതിഷ്ഠാജപം ചൊല്ലി കാഴ്ചവെക്കുകയും ചെയ്യാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.